നമസ്കാരം. ജ്യോതിഷ തൽപരരായ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ രാഹുകേതുക്കളുടെ രാശി മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം, ഇത്രയും നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് പരിശോധിക്കുന്നത്. അപ്പോൾ നമ്മളിത് കണക്കാക്കാനൊരു കാരണം എന്താണ്? 2025 വളരെ പ്രധാനപ്പെട്ട 3 രാശിമാറ്റങ്ങളാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്, ഗ്രഹമാറ്റങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒന്ന് മാർച്ച് 29 ശനിയുടെ രാശിമാറ്റം. ശനി കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് രാശി മാറി. അതിനുശേഷം മെയ് മാസം 14 വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് സ്ഥാനം മാറി. പിന്നെ രാഹുവും കേതുവും മെയ് 18 സ്ഥാനം മാറി. അതായത് രാഹു മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കുമാണ് മാറിയത്. രാഹുവും കേതുവും പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്. ധൂമഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ നിഴൽ ഗ്രഹങ്ങളാണ്. ശരിക്കും ഒരു പിണ്ഡശരീരമില്ലാത്ത 2 ബിന്ദുക്കൾ മാത്രമാണ് ഈ രാഹുവും കേതുവും. പിന്നെ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഭ്രമണപഥങ്ങൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 2 പോയിൻറ്റുകൾ. പക്ഷേ ഈ പോയിൻറ്റുകൾ ഓരോ രാശികളിൽ കൂടെ നീങ്ങുമ്പം മനുഷ്യജീവിതത്തിൽ മാത്രമല്ല, പ്രകൃതിയിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ 2025 കുറേ പ്രത്യേകതകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യജീവിതത്തിൽ നേരത്തെ നമ്മൾ കടന്നുപോയി എന്ന് കരുതിയിരുന്ന കോവിഡ് പോലുള്ള കാര്യങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നു. വൈറസുകൾ പലതും നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് വിചാരിച്ചിരുന്ന രോഗങ്ങളൊക്കെ തിരിച്ചു വരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ മാത്രമല്ല, വ്യാഴം 2 വക്രത്തിൽ സഞ്ചരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. വ്യാഴം ശരിക്കും പറഞ്ഞാൽ ഈ 2025 നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്കും, മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്കും, പിന്നെ അവിടെ നിന്ന് പുറകോട്ട് നീങ്ങി മിഥുനത്തിലേക്കും എത്തുന്ന അത്രയും വ്യാഴം സഞ്ചരിക്കുന്ന ഒരു വർഷം കൂടിയാണ് 2025. അപ്പോൾ വ്യാഴത്തിൻ്റെ ഇത്തരം സഞ്ചാരത്തിനൊക്കെ കാലാവസ്ഥയിലും പ്രകൃതിയിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ചെലുത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ശനി, വ്യാഴം, രാഹുകേതുക്കൾ, ഈ 3 വിഭാഗം ഗ്രഹങ്ങളുടെ 3 തരത്തിലാണിവ ഫലം നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാരുടെ അനുഭവങ്ങൾ നോക്കുന്നത്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ചിത്തിര, ചോതി, വിശാഖം വരുന്നത് തുലാക്കൂറിലാണ്. ചിത്തിരയുടെ അവസാന പകുതിയും ചോതിയും വിശാഖവും, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. അപ്പോൾ അവർക്ക് ശനി 6ലാണ് സഞ്ചരിക്കുന്നത്. 6ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് വളരെ ഗുണകരമാണ്. ഏറ്റവും പ്രധാനം എന്താണ്? ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം നന്നായിട്ട് കുറയുന്നു എന്നുള്ളതാണ്. 6ാം ഭാവത്തിൽ പാപഗ്രഹമായ ശനി വരുമ്പം ശത്രുക്കളുടെ ശല്യം കുറയുന്നത് മാത്രമല്ല, അവരെ അടിച്ചമർത്തപ്പെടുകയും ചെയ്യും. അത്രയും നാളും നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവർക്ക് അവർക്കിട്ട് തന്നെ തട്ട് കിട്ടുന്ന ഒരു കാലമാണ് ഈ ശനി 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം. ശനി വളരെ ശക്തനായ ഗ്രഹമാണെന്നുള്ളത് അറിയാമല്ലോ. നമ്മൾ ഭരദീപിക പറയുന്നത് സർവ്വസൗഖ്യം എന്ന. 6ൽ ശനി സഞ്ചരിക്കുമ്പം സർവ്വസൗഖ്യം. പക്ഷേ സർവ്വസൗഖ്യം തരുന്നൊരു ഗ്രഹമല്ല ശനി എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അനുഭവത്തിൽ കൂടെ അറിയാമായിരിക്കും. ഈ സർവ്വസൗഖ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായ കുറേ കാര്യങ്ങളിൽ സൗഖ്യം നൽകുകയും ആ സൗഖ്യത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തരികയും ചെയ്യും. അപ്പോൾ ശരിക്കും ഈ സൗഖ്യത്തിലൊന്നും വലിയ അർത്ഥമില്ല എന്നുള്ള രീതിയിലേക്കാണ് ശനി കൊണ്ടുപോകുന്നത്. അത് പക്ഷേ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിച്ച് മനസ്സിലാവും. കാരണം നമ്മുടെ പലതും നമ്മൾ വിലപ്പെട്ടത് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര വിലപ്പെട്ടതൊന്നും അല്ല. നമ്മൾ വളരെ വിശ്വസ്തരെന്നും നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നവർ നമ്മളോട് അത്ര സ്നേഹം അവർക്കില്ല. ഈ കാര്യമൊക്കെ തിരിച്ചറിയുന്ന ഒരു കാലവും കൂടിയാണ് ഈ ശനി നമുക്ക് ഓരോ തവണയും തരുന്നത്. പക്ഷേ ശത്രുക്കൾ, നമ്മളെ ദ്രോഹിച്ച ആൾക്കാർക്ക് ഒരു തിരിച്ചടി കൊടുക്കണമല്ലോ. അത് ഈ ശനി 6ൽ വരുമ്പോൾ, രാഹു 6ൽ വരുമ്പോൾ, ചൊവ്വ 6ൽ വരുമ്പോഴൊക്കെയാണ് ശത്രുക്കൾക്ക് തിരിച്ചടി കിട്ടുന്നത്. ഓരോ തരത്തിലാണ്. അപ്പോൾ ശനി വരുമ്പോൾ അവരുടെ വരുമാനം കുറയുന്നു. ഈ ശത്രുക്കൾ ഒന്ന് ഒതുങ്ങിപ്പോവും. സാമൂഹ്യമായിട്ടൊന്നും അവർക്ക് പൊങ്ങി വരാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ശനി 6 നിൽക്കുന്നത് ശുഭകരമായിരുന്നു. അതുപോലെ വ്യാഴമാണെങ്കിലോ 9ലാണ് വന്നിരിക്കുന്നത്. അപ്പം വ്യാഴം 9 നിൽക്കുമ്പം തുലാക്കൂറുകാർക്ക് അതും വളരെ ഗുണകരമാണ്. ഭാഗ്യലക്ഷണമാണ് ഭാഗ്യഭാവത്തിൽ കൂടെ വ്യാഴം സഞ്ചരിക്കുന്നത്, അതും മിഥുനത്തിൽ കൂടെ. അപ്പം ഇവർക്ക് വളരെ ഗുണകരമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിലും രാഹുകേതുക്കൾ രാശി മാറിയപ്പം ഈ ഗുണാനുഭവങ്ങൾക്ക് ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്, ഒരു ലോപം സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
ഈ രാഹു 6-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് 5-ാം ഭാവത്തിലേക്കാണ് വന്നിട്ടുള്ളത്. 5-ാം ഭാവം എന്ത് ഭാവമാണ്? സന്താനങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. പിന്നെ പ്രജ്ഞാമേധ, പ്രതിഭാശക്തി, പുരാതനം, പുണ്യം, മന്ത്രാമാത്യ തനൂജ, പഞ്ചമഭാത്, സൗമനസ്യം, അവിചിന്യം. അപ്പോൾ എല്ലാത്തിലും നമ്മുടെ മന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മളോട് വളരെ അടുപ്പത്തിൽ നിൽക്കുന്ന ആൾക്കാർ. പിന്നെ തനൂജ, പുത്രജനങ്ങൾ. അങ്ങനെ ഓരോ ഘടകത്തെയും ബുദ്ധിയെയും നമ്മുടെ ഭാവനയെയും എല്ലാം ബാധിക്കുന്നതാണ് ഈ 5-ാമത്തെ ഭാവം. അവിടെയോട്ടാണ് രാഹു വന്നിരിക്കുന്നത്. അപ്പം പാപഗ്രഹമായ രാഹു 5-ലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് തോന്നുന്നൊരു തടസ്സം എന്താണെന്നറിയാമോ? ആശയക്കുഴപ്പങ്ങളാണ്. നമ്മുടെ ചിന്താഗതിയെ രാഹു ബാധിക്കും. ആശയക്കുഴപ്പങ്ങൾ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും, പക്ഷേ പ്രായോഗിക തലത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല. നമുക്കറിയാം നമുക്ക് കഴിവുണ്ടെന്നുള്ളത് നമുക്കുള്ളിലറിയാം, പക്ഷേ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, നമ്മളിനി മുന്നിട്ടിറങ്ങി എന്തെങ്കിലും കാര്യം ചെയ്താലോ വേറെ ആരെങ്കിലും വന്നത് കലക്കുന്ന ഒരു രീതി. ബന്ധുക്കളാകാം, സുഹൃത്തുക്കൾ തന്നെയാകാം, ഒരുപക്ഷെ മാതാപിതാക്കൾ പോലും നമ്മുടെ കാര്യത്തിലോട്ട് കയറി ഇടപെട്ട് ആ ലൈഫ് ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന, ആ ജീവിതത്തിൻ്റെ ഒഴുക്കിനെ ഒന്ന് തടസ്സപ്പെടുത്തുന്ന ഒരവസ്ഥ പലപ്പോഴും അനുഭവപ്പെടും. നമ്മുടെ ആശയങ്ങളൊന്നും മറ്റുള്ളവർ അംഗീകരിക്കുകയില്ല. ശരിക്കും നമുക്കറിയാം അത് വിജയത്തിലേക്ക് എത്തുന്ന ആശയങ്ങളാണെന്ന് അറിയാമെങ്കിൽ പോലും അതിനകത്തൊക്കെ കൈയിട്ട് ശല്യം ചെയ്യുന്ന ഒരു അവസ്ഥ. അതാണ് ഈ സമയത്ത് രാഹുവിനെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിയെ ബാധിക്കുന്ന കാര്യങ്ങൾ. പിന്നെ സന്താനത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്താണ്? കുട്ടികളോട് ഉള്ള പെരുമാറ്റം നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യില്ല. കുട്ടികളെ ശ്രദ്ധിക്കാനൊന്നും കഴിയാതെ വരും. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യമെല്ലാം കുട്ടികൾ ചെയ്യണമെന്ന് നമ്മൾ ബലം പിടിക്കാനും തുടങ്ങും. പിന്നെ നമ്മൾ ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളിൽ പലതും എടുത്തിയാടി തീരുമാനം എടുക്കുന്നതുകൊണ്ട് അത് ബുദ്ധിപരമാകാതെ വരും. സമയനിഷ്ഠ പാലിക്കാൻ കഴിയാതെ വരും. പിന്നെ സന്താനങ്ങളുടെ പഠനം, അതിന് പ്രയാസം ഉണ്ടാകാം. അഡ്മിഷൻ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ സമീപിക്കേണ്ടി വരും. നേരിട്ട് അങ്ങോട്ട് അഡ്മിഷൻ കിട്ടാതെ നമ്മൾ ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കേണ്ടി വരും. പിന്നെ വിദേശ പഠനത്തിനും ഒക്കെ സാമ്പത്തികമായിട്ടും ഒക്കെ അല്പം പ്രയാസം ഉണ്ടാകാം. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുമ്പോൾ നീണ്ടു പോകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ വേണ്ട നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു ബന്ധം വന്നു ചേരാത്തതിൻ്റെ ഒരു പ്രയാസം. ഇതൊക്കെയാണ് സന്താനങ്ങളെ സംബന്ധിച്ചുള്ള ചില ലോപങ്ങൾ നേരിടുന്നത്. പിന്നെ മനസ്സിന് പിരിമുറുക്കം പല കാര്യങ്ങളിലും ഉണ്ടാകും. പിരിമുറുക്കാനാണ് ഈ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വന്ന് ഈ ഓരോരോ ദ്രോഹങ്ങൾ നമുക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, അവരിതറിയുന്നില്ല. അവർ നമുക്ക് നന്മ വരണമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും നമുക്ക് സംഘർഷം ഉണ്ടാകുകയാണ്, നമുക്ക് പ്രഷർ കൂടുകയാണ്, സമ്മർദ്ദം കൂടുക. അതാണ് ഈ സമയത്ത് അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ പറ്റാത്തതിൽ വിഷമം തോന്നും. വരവും ചെലവും പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടും. സാമ്പത്തിക ആസൂത്രണം നന്നായിട്ട് നടത്തിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. 5-ൽ രാഹു എന്ന് പറയുന്നത് മാരകമായൊരു ദോഷമൊന്നുമല്ല. നമുക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്നറിയോ? നമ്മുടെ കൺഫ്യൂഷനാണ്. മനസ്സിനെപ്പോഴും ഓരോ തരത്തിലുള്ള കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയായിരിക്കും. നമ്മൾ ശരിയെന്ന് ഒന്ന് വിചാരിക്കും, കുറേ പേര് വന്ന് പറയും അത് ശരിയല്ല, നീ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ നീ അങ്ങനെ എല്ലാവരും ചെയ്യേണ്ടത്. അപ്പം നമുക്ക് വീണ്ടും ഒരു സംഘർഷം ഉണ്ടാകും. ഇങ്ങനെയാണ് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളൊരു നിലപാടെടുത്ത് ആ നിലപാടിൽ ഉറച്ച് നല്ല ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ സാമ്പത്തികമായ പ്രശ്നങ്ങളും പരിഹരിക്കാം, വീട്ടിലെ കാര്യങ്ങളും കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പുതിയ തൊഴിൽ സംരംഭങ്ങളിലൊക്കെ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ഏതൊരു കാര്യവും ഈശ്വരാധീനത്താൽ പരിഹരിച്ച് കിട്ടാനുള്ള യോഗമുണ്ട്. വ്യാഴം ഭാഗ്യഭാവത്തിലാണെന്നുള്ള ധൈര്യം നമുക്കുണ്ടായിരിക്കണം. ശനി 6 നിൽക്കുന്നതുകൊണ്ട് ശത്രുക്കൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ശത്രുക്കളാണെങ്കിലും ശരി, അതല്ല നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവർക്കാണെങ്കിലും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസും നമുക്കുണ്ടായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ നല്ല കോൺഫിഡൻസോടുകൂടി, നല്ല ധൈര്യത്തോടുകൂടി, ആത്മധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാലമാണ്. പക്ഷേ ഈ രാഹു 5 നിൽക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ തലച്ചോറിനെ പ്രക്ഷാളനം ചെയ്തുകൊണ്ടിരിക്കും, കുഴഞ്ഞു മറിഞ്ഞ ഒരു രീതിയിലേക്ക് കൊണ്ടുകൊണ്ടിരിക്കും. അതിൽ നിന്ന് നമ്മൾ പ്രാർത്ഥന കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും ഒന്ന് മോചിതരായാൽ നല്ല രീതിയിൽ തന്നെ ഈ 1.5 വർഷം നമുക്ക് കൊണ്ടുപോകാം. അങ്ങനെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കും. നല്ലൊരു ഓൺട്രപ്രണർ ആകാനായിട്ട് എന്ന് പറഞ്ഞാൽ സ്വയം സംരംഭകനായിട്ട് ആകാനൊക്കെ സാധിക്കും. ഒരുപക്ഷെ ചെറിയൊരു കോഫി ഹൗസ് തുടങ്ങിയാൽ പോലും നല്ല വിജയം കൈവരിക്കാൻ, ഒരു ബ്രാൻഡാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്.
ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാലൊക്കെ നമുക്കൊരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ്. കാരണം ശനി 6-ലാണ്, വ്യാഴം 9-ലാണ്. ആ രണ്ട് കാര്യങ്ങളും പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ എന്ത് വരുന്നു? രാഹുവിൻ്റെ കൊണ്ടുള്ള തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് മാത്രമാണ് അവിടെ വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ രംഗത്ത് നല്ല അറിവുള്ള ആൾക്കാരോട് ചോദിച്ച് അതിനകത്ത് തീരുമാനമെടുത്ത് നടപ്പാക്കുക. ഇനി കേതുവിൻ്റെ മാറ്റം നോക്കിയേ. കേതു 11-ലോട്ടല്ലേ മാറുന്നത്. അപ്പം പിന്നെ കേതു 11-ലോട്ട് മാറുമ്പോൾ കേതു ഗുണകാരകനായിട്ടാണ് വരുന്നത്. ലാഭത്തിൻ്റെ ഭാവത്തിലേക്കാണ് കേതു വരുന്നത്. കേതു ഒരു പാപഗ്രഹമല്ലേ എന്ന് ചോദിച്ചാൽ, ഈ രാഹുവും കേതുവും രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. കേതുവിന് നമ്മളെ ഈ മോക്ഷത്തിലേക്കും ആത്മീയതയിലേക്കുമൊക്കെ നയിക്കുന്ന ഒരു രീതിയായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മളെ വാർദ്ധക്യത്തിലേക്കും നയിക്കും എന്നുള്ളത് വേറൊരു കാര്യം. ചില എന്താണ് നമ്മൾ നാടൻ ഭാഷ പറയില്ലേ, കുഴുത്തുരുമ്പ് പരിപാടികളൊക്കെ കേതുവിനുണ്ട്. കേതു ലാഭത്തിൻ്റെ ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ഈ ഒരു സമയത്ത് വരുമാനം ഉണ്ടാകും. എങ്ങനെയാണ്? രഹസ്യമായ വരുമാനമായിരിക്കും. രഹസ്യമായ ചില കാര്യങ്ങൾ ചെയ്ത് വരുമാനം സൃഷ്ടിക്കും. ഭൗതിക സുഖങ്ങൾ പലതും അനുഭവിക്കും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും. ശത്രുക്കൾക്ക് നമ്മളെ ഒന്നും പരാജയപ്പെടുത്താനൊന്നും പറ്റാതെ വരും. പക്ഷേ കേതുവിൻ്റെ ഈ ലാഭഭാവത്തിലാണെങ്കിൽ പോലും കേതു ചെയ്യുന്ന ഒരു നമുക്കുണ്ടാക്കാനിടയുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഏകാന്തതയായിരിക്കും, കാരണമില്ലാത്ത ഒരു ദുഃഖം. അതുപോലെ ആളുകളൊക്കെ കൂടെയുണ്ട്, കൂട്ടുകാരൊക്കെ കൂടെ ഉണ്ടെങ്കിലും നമുക്കൊരു ഒറ്റപ്പെടൽ പോലെ അങ്ങ് അനുഭവപ്പെടും. ഇത് കേതുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. കേതു ചില ഭാവങ്ങളിൽ നിൽക്കുമ്പം ഈ ലാഭത്തിൻ്റെ ഭാവം എന്ന് പറയുമ്പം ധനലാഭം മാത്രമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ രാഹു 11-ൽ വരുമ്പോഴും ധനലാഭം ഉണ്ടാകും. കേതു 11-ൽ വരുമ്പം ധനലാഭം ഉണ്ടാകും രഹസ്യമായിട്ട്. അതോടൊപ്പം തന്നെയുള്ള ഫലമാണ് ഈ പറഞ്ഞത്. അതായത് അകാരണമായൊരു ദുഃഖം, ഒരു ഒറ്റപ്പെടൽ. പക്ഷേ എന്ത് അപകടമോ എന്ത് ദുരിതമോ ഉണ്ടായാലും ഈ 11-ലെ കേതു എന്ത് ചെയ്യും? അതിനകത്ത് നിന്ന് രക്ഷ നൽകുകയും ചെയ്യും. പരീക്ഷാ വിജയത്തിന് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും വിദ്യാർത്ഥികൾ. കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ പരിശ്രമിക്കേണ്ടി വരും. നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ വളരെ ശ്രദ്ധയോടെ, കേന്ദ്രീകൃതമായ ശ്രദ്ധയോടുകൂടി ശ്രമിക്കണം. ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും, രാഹു ബുദ്ധിയെയാണ് ഇപ്പോൾ ബുദ്ധിയുടെ സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. കേതു ആത്മീയതയുടെ സ്ഥാനത്തേക്ക്, ഭൗതിക സുഖങ്ങൾ കൊണ്ട് തന്നിട്ട് ആത്മീയത പഠിപ്പിക്കുക. അതാണ് കേതു 11-ൽ വരുമ്പോൾ ചെയ്യാൻ ഇടയുള്ളത്. അപ്പം നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും നേട്ടം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടെ, കേന്ദ്രീകൃതമായ ശ്രദ്ധയോടുകൂടി പഠിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. ഏതൊരു കാര്യം ചെയ്താലും നന്നായിട്ട് അതിനെപ്പറ്റി പഠിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ. ഇനി നമുക്ക് വഴിപാടുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രധാനമായിട്ടും നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹു കേതുക്കൾക്ക് വഴിപാട് ചെയ്യുക എന്നുള്ളതാണ്. രാഹു കേതുക്കൾക്ക് വിളക്ക് തെളിക്കുക, അർച്ചന, പുഷ്പാഞ്ജലി സമർപ്പിക്കുക, അതൊക്കെ ചെയ്യാവുന്നതാണ്. ചില ക്ഷേത്രങ്ങളിൽ പഴങ്ങൾ വഴിപാടായിട്ട് കൊടുക്കും രാഹുവിനും കേതുവിനും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉൾത്താപം കുറയ്ക്കാൻ വേണ്ടി, ഉള്ളിലെ ഉള്ള ചൂട്, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് കുറയാൻ വേണ്ടിയിട്ട് പഴങ്ങൾ കൊടുക്കുന്ന ക്ഷേത്രങ്ങളും ഉണ്ട്. എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില ക്ഷേത്രങ്ങളിലൊക്കെ പഴം സമർപ്പിക്കാറുണ്ട്. പിന്നെ രാഹു 5-ൽ സഞ്ചരിക്കുന്നതുകൊണ്ട് സന്താനങ്ങൾക്കുണ്ടാകുന്ന തടസ്സം മാറാൻ വേണ്ടി ദേവീക്ഷേത്രത്തിൽ നാരങ്ങാവിളക്ക് തെളിയിക്കണം. പിന്നെ ദേവിക്ക് പട്ടും ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ളൊരു മാലയും അണിയിക്കണം. അത് വഴിപാടായിട്ട് ചെയ്താൽ സന്താനങ്ങൾക്ക് തടസ്സം, അതായത് വിദേശത്തേക്ക് പോകാനുള്ള തടസ്സം, വിദേശ ജോലിക്കുള്ള തടസ്സം, വിവാഹത്തിൻ്റെ തടസ്സമൊക്കെ മാറിയിട്ട് കാര്യങ്ങളെല്ലാം നീങ്ങിത്തുടങ്ങും. പെട്ടെന്ന് സാധിച്ചില്ലെങ്കിൽ പോലും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കണം. ജോലിക്ക് ശ്രമിക്കുന്നവരും ഇൻ്റർവ്യൂവിന് പോകുന്നവരും ഒക്കെ കൃത്യമായിട്ട് ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഈ രാഹുവിനെ കൊണ്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പം നവഗ്രഹങ്ങളെ 9 തവണ പ്രദക്ഷിണം ചെയ്ത് തൊഴണം. അത് കൃത്യമായിട്ട് ചെയ്യണം. മിക്കവാറും മറ്റ് ക്ഷേത്രങ്ങളിലും നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠകൾ കാണും, അവിടെ ചെയ്താലും മതി. 9 തവണ പ്രദക്ഷിണം ചെയ്ത് തൊഴണം. നവഗ്രഹ സ്തോത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ്. പിന്നെ മാസത്തിൽ ഒന്നെങ്കിലും ഗണപതിയെ ദർശിച്ച് അപ്പം അല്ലെങ്കിൽ അട ഇതിലേതെങ്കിലും ഒരു വഴിപാട് കൊടുക്കുക. മുക്കുറ്റി അർച്ചനയൊക്കെയുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ അത് കൊടുക്കാം. ഇനി ഇതൊന്നും പറ്റുന്നില്ല, ഗണപതി ഒരു ഉപദേവനായിട്ടാണ് നിങ്ങളുടെ ക്ഷേത്രത്തിലുള്ളതെങ്കിൽ ഒരു നെയ്വിളക്ക് ഭഗവാന് മാസത്തിൽ ഒന്നെങ്കിലും തെളിയിക്കണം.
അങ്ങനെ പിന്നെ രാഹുകേതുക്കൾക്ക് പൊതുവേ നമ്മൾ സർപ്പങ്ങൾക്കാണല്ലോ വഴിപാട് കൊടുക്കുന്നത്. സർപ്പങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക, ഒരു നാണയം സമർപ്പിക്കുക, പട്ട് സമർപ്പിക്കുക, ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താലും മതി. പക്ഷേ നവഗ്രഹ ക്ഷേത്രത്തിലെ രാഹുകേതുക്കൾക്ക് തുലാക്കൂറുകാർ പരിഹാരം ചെയ്യണം. പിന്നെ നമ്മുടെ 9 നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടി മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന ഒരു വഴിപാട് അവിടെ ചെയ്യുക. അതുപോലെ തന്നെ ശനിദേവൻ്റെ പ്രീതിക്കായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്കൊരു നീരാഞ്ജനം അല്ലെങ്കിൽ ഒരു എള്ളുതിരി തെളിയിക്കുക. അതുപോലെ തന്നെ ശാസ്താവിനും ഒരു നെയ്വിളക്ക് തെളിയിക്കുക, ഒരു നീലപ്പട്ടും സമർപ്പിക്കുക. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഗുണഫലങ്ങളും കിട്ടും. നേരത്തെ പറഞ്ഞ വഴിപാടുകൾ ചെയ്താൽ രാഹുകേതുക്കളുടെ ദോഷഫലവും മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം ഇതിനകത്ത് എന്താണ്, സന്താനങ്ങൾക്ക് തടസ്സം വരരുത്, പിന്നെ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ പാളിച്ച വരരുത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പരിഹാരങ്ങളും വഴിപാടുകളും കൂടെ പറഞ്ഞു പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ചിത്തിര 2ാം പകുതി ചോതി വിശാഖം നക്ഷത്രക്കാരുടെ ഈ താൽക്കാലിക ഫലങ്ങൾ, ശനി വ്യാഴം രാഹുകേതുക്കളുടെ മാറ്റം എന്നിവ കൊണ്ടുള്ള ഫലങ്ങൾ. അപ്പം നമ്മൾ ഈ ദേവിക്ക് വഴിപാട് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, ഇപ്പം കേതുവും ചൊവ്വയും തമ്മിലുള്ള ഒരു യോഗവും കൂടെ ചിങ്ങൻ രാശിയിൽ ഉണ്ടല്ലോ. അപ്പോൾ അതിനും കൂടെ ഉള്ള ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഈ വഴിപാടുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പരിചയക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാനായിട്ട് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളൊക്കെ മാറി ശാന്തിയും സമാധാനവും നേട്ടങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.